സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമൊക്കെ അല്ലേ? ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവർക്കും പിണറായി വിജയനെ മതി. അന്നും ഇന്നും എന്നുമൊക്കെ പിണറായി വിജയൻ മാത്രം മതി. പിണറായി വിജയനെ എന്തുകൊണ്ട് മതി എന്നുള്ള ചോദ്യത്തിന് ഞാനൊരു ഉത്തരം കാണിച്ചു തരാം. ഇന്നിപ്പോൾ നമ്മുടെ കേരളത്തിൽ മുഴുവനും ഓണാഘോഷങ്ങളൊക്കെയാണല്ലോ, ഓണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അത്തരത്തിലൊരു സാഹചര്യത്തിൽ ഇന്ന് എല്ലാ സാധനങ്ങൾക്കും, അവശ്യ സാധനങ്ങൾക്കെല്ലാം വില കയറി നമുക്കൊന്നും പിടിച്ചാൽ കിട്ടാത്ത രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 1 കിലോ പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ 30 രൂപയും അല്ലെങ്കിൽ 25 രൂപയും ഒക്കെ ആയിരുന്ന ഒരു സാധനത്തിന് ഇന്നത്തെ വില എത്രയാണ്? 70 രൂപയാണ്. 70 എന്നുള്ളത് മിക്കവാറും 80-85 രൂപയിലേക്കൊക്കെ മാറും കേട്ടോ. പെട്രോളിൻ്റെ വില കൂടിയതുപോലെ കയറി അങ്ങ് പോകും. അപ്പോൾ ഈ നാട്ടിൽ വിലക്കയറ്റം കുറച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്ന ആളുകൾ ജനങ്ങളെ ശരിക്കും പറഞ്ഞാൽ ദ്രോഹിക്കുക തന്നെയല്ലേ? അങ്ങനെ തന്നെയാണ് നമുക്ക് എടുത്തു പറയണം. ഞാൻ അതിൻ്റെ വാർത്തകൾ കാണിക്കുന്നതിന് മുൻപ് വയനാട് ടൗൺഷിപ്പ് എന്ന് പറയുന്നൊരു പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലേ? ആ ഒരു വയനാട് ടൗൺഷിപ്പിൽ 2 വർഷങ്ങൾക്ക് ശേഷം ഉറ്റവരെ എല്ലാം നഷ്ടപ്പെട്ട ആളുകൾ അടിച്ചു പൊളിക്കുന്നൊരു കാഴ്ചയും കണ്ടു. മനസ്സറിയുന്ന അല്ലെങ്കിൽ നമ്മുടെയൊക്കെ മനസ്സിൽ സന്തോഷം തോന്നുന്നൊരു കാഴ്ച ഞാനൊന്ന് കാണിച്ചു തരാം. എന്താണെന്ന് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ അത് കാണിച്ചതിന് ശേഷം ഞാൻ പറയാം. ആദ്യമായി ഓണാഘോഷം സംഘടിപ്പിച്ചു. 2 വർഷങ്ങൾക്ക് ഇപ്പുറം ഒരുമയുടെയും പ്രതീക്ഷയുടെയും സന്ദേശമുയർത്തിയാണ് ടൗൺഷിപ്പിലെ കുടുംബങ്ങൾ ഓണം ആഘോഷിച്ചത്. ദീപക് മോഹൻ അവിടെ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കണ്ടില്ലേ? നിങ്ങളിപ്പോൾ കണ്ടത് കൽപ്പറ്റയിലെ അല്ലെങ്കിൽ വയനാട് ചൂരൽമലയിലെ ആ ഒരു ടൗൺഷിപ്പിലെ ഓണാഘോഷത്തിൻ്റെ തുടക്കങ്ങളും അവിടെ നടക്കുന്ന കാര്യങ്ങളുമൊക്കെയാണ് കേട്ടോ. അതിൻ്റെ ബാക്കി വീഡിയോ ഞാൻ കാണിക്കുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി പറയാം. നമ്മുടെ എല്ലാ ജനങ്ങളും കൂലിപ്പണി രാജൻ എന്ന് വിളിച്ച് കളിയാക്കിയ, അല്ലെങ്കിൽ പെയിൻ്റ് അടിക്കാരൻ രാജൻ എന്നൊക്കെ വിളിച്ച് കളിയാക്കിയ, പിണറായി വിജയൻ കർക്കശ സ്വഭാവക്കാരനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെഴുകിയ അങ്ങനെയുള്ള ആളുകൾ നിർമ്മിച്ച് നൽകിയിരിക്കുന്ന വീടുകളാണ് ഈ പറയുന്ന വയനാട് കൽപ്പറ്റയിലുള്ള ചൂരൽമലയിലെ 178 വീടുകൾ. ആ 178 വീടുകളിലെ അവിടുത്തെ താമസക്കാരായിട്ടുള്ള ആളുകളുടെ ഓണാഘോഷ പരിപാടികളാണ് നിങ്ങൾ കാണുന്നത്. ഈ ഒരു സമയത്ത് ചോദിക്കാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല, എന്നാലും ഞാനൊന്ന് ചോദിച്ചോട്ടെ. എവിടെയാണ് സിദ്ദിഖ് സാറെ നിങ്ങൾ നിർമ്മിച്ച് നൽകാമെന്ന് പറഞ്ഞ ആ 100 വീടുകൾ? എവിടെയാണ് യൂത്ത് കോൺഗ്രസ് വെച്ച് നൽകാമെന്ന് പെണ്ണുപിടിയനായിട്ടുള്ള ബ്രോയിലർ കോഴിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ മകൻ പറഞ്ഞ 50 വീടുകൾ? എല്ലാം കൂടി 10-300 വീട് നിങ്ങൾ വെച്ച് നൽകുമെന്നൊക്കെ പറഞ്ഞു. 200 വീട് നിങ്ങളും അതേപോലെ 100 വീട് ലീഗും ഒക്കെ വെച്ച് നൽകുമെന്ന് പറഞ്ഞു. ലീഗ് പറഞ്ഞതുപോലെ അവർ ഏകദേശം നല്ല വീടുകളൊക്കെ വെച്ച് നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്. അത് ന്യൂസുകാർക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല, അത് റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്ന് അവർ പറഞ്ഞതുകൊണ്ട് ന്യൂസിൽ കൂടി അധികം റിപ്പോർട്ടുകളൊന്നും വന്നിട്ടില്ല എത്ര വെച്ച് നൽകി എന്നുള്ളതിൻ്റെ കണക്കുകൾ. എന്നാൽ നമ്മുടെ മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിസഭയിലുള്ള ആളുകൾ മെഴുകിയ വീടുകൾ, ആ 100 വീടുകൾ എവിടെയാണ്? ആ വീടിൻ്റെ സ്ഥാനത്ത് കുറച്ച് കല്ലുകൾ ഇട്ടിട്ടുണ്ടെന്നും ആ കല്ലുകൾ ഇട്ടിട്ട് ഇന്നിപ്പോൾ ഈ 150 ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഒരു കിണർ മാത്രം പണിതിട്ടുണ്ട്. ആ കിണറിൻ്റെയും വക്കും മറ്റും ഒക്കെ പൊട്ടിയും തകർന്നുമൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. കിണർ പോലും പൂർത്തിയാക്കാൻ കഴിവില്ലാത്തവന്മാരാണ് 100 വീടുകൾ നിർമ്മിച്ച് നൽകുമെന്ന് പറഞ്ഞത്. 10 മാസങ്ങൾ കൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു വേഗറാണിക്ക്, ദേവപ്രിയ എന്ന് പറയുന്ന വേഗറാണിക്ക് വീട് നിർമ്മിച്ച് നൽകിയ ഇടതുപക്ഷത്തിന് നമുക്കറിയാം അല്ലേ? അവരുടെ വീടിൻ്റെ മുന്നിൽ ഒരു ചാപ്പയില്ല കേട്ടോ. ഈ ടൗൺഷിപ്പിലും ഒരു ചാപ്പയും കുത്തിയിട്ടില്ല. ഇത് പിണറായി വിജയൻ്റെ കഴിവ് മാത്രമാണോ എന്ന് ചോദിച്ചാൽ പിണറായി വിജയൻ്റെ കഴിവ് തന്നെയാണെന്ന് എനിക്ക് പറയാൻ സാധിക്കും. കാരണം ഇത് വേറെ കാര്യമുണ്ട്. നിങ്ങൾ പറയും ഇത് നമ്മുടെ കാശ് കൊണ്ടാണല്ലോ നിർമ്മിച്ചേക്കുന്നത്. അല്ലെന്ന് ആരും പറയുന്നില്ലല്ലോ. പിണറായി വിജയൻ അടക്കമുള്ള ആ നേതൃസ്ഥാനത്തുള്ള അല്ലെങ്കിൽ ആ പാർട്ടിയിലുള്ള എല്ലാ ആളുകളും പറഞ്ഞിട്ടുണ്ട് ഇത് നമ്മുടെ വിജയമാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു കൂട്ടായിട്ടുള്ള പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു ടൗൺഷിപ്പ് സാധ്യമായതെന്ന്. കാരണം 10 രൂപയെങ്കിൽ 10 രൂപ വെച്ചിട്ട് ഓരോ ആളുകളും വയനാട് ഒരു റിലീഫ് ഫണ്ടിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും അതിൻ്റെ ഒരു പങ്കാളി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ഒരിക്കലും ഇത് പിണറായി വിജയൻ്റെ കീശയിൽ നിന്ന് എടുത്തതോ പിണറായി വിജയൻ്റെ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്നതോ മകളുടെ അക്കൗണ്ടിൽ നിന്ന് എടുത്തതോ ആയിട്ടുള്ള പണമല്ല. പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യന് ഈ ജനങ്ങളുടെ പണം കൊണ്ട് ആ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ നിർമ്മിച്ച് നൽകിയിരിക്കുന്ന ഒരു സാമ്രാജ്യമാണെന്ന് തന്നെ എടുത്ത് പറയാം. ഇത് ഞാൻ ആദ്യം പറഞ്ഞു വന്നത്, എവിടെയാണ് കോൺഗ്രസ്സെ നിങ്ങൾ വെച്ച് നൽകാമെന്ന് പറഞ്ഞ 100 വീടുകൾ? ഈ ഒരു ചോദ്യം വളരെയധികം പ്രസക്തമാണ് കേട്ടോ. ബാക്കി ഓണാഘോഷം കണ്ടു നോക്കാം. ടൗൺഷിപ്പിൽ ഇത്തവണത്തെ ഓണം ദുരന്തബാധിതരായിട്ടുള്ള ആളുകൾ ആഘോഷിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങൾ കാണാം. വടംവലി മത്സരമാണ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. വടംവലിയുടെ ഫൈനലിലാണ് മുണ്ടക്കൈ ചൂരൽമല എന്നീ 2 ടീമുകളായി മത്സരിക്കുകയാണ്.
എങ്ങനെയുണ്ട് തോന്നോ? സൂപ്പറാണ് ഈ ട്രിപ്പ് ഞങ്ങളെ ഓണ പരിപാടി. ദുരന്തമൊക്കെ മറന്നിട്ട് ഞങ്ങൾക്ക് പുതിയ പരിപാടിയൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുക. ജില്ലാ കളക്ടർ DR മേഘശ്രീ എത്തിയാണ് ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തത്. കുട്ടികളുടെ കലാകായിക മത്സരങ്ങളൊക്കെ ഉണ്ടായി. അതിനുശേഷം ഇപ്പോൾ വലിയ ഒരു ആവേശമുണ്ട്. എങ്ങനെയുണ്ട് ചേച്ചി ഇത്തവണത്തെ ഓണമൊക്കെ എങ്ങനെയാ? ഉരുൾപൊട്ടലിന് ശേഷം ആദ്യത്തെ ഓണാണ്. 2 വർഷം ഓണം കഴിച്ചിട്ടില്ല. ഇപ്രാവശ്യം അതൊക്കെ മറക്കാനൊന്നും പറ്റില്ല, എന്നാലും മറന്ന് ഞങ്ങൾ കുട്ടികളെ എല്ലാരും കൂടി നല്ലൊരു ഓണാഘോഷ പരിപാടിയാണ് അടിച്ചു പൊളിക്കുക. ഏകദേശം എല്ലാരും വന്നിട്ടുണ്ട് ഇവിടെ ഉള്ള. അതെ നമ്മൾ അവിടെ എന്ന് പറഞ്ഞാല് എല്ലാരും കൂടെ ഒത്തുകൂടിയിട്ട് തലേ ദിവസവും 2 ദിവസം മുന്നൊക്കെ എല്ലാരും വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ട് നല്ലൊരു ആഘോഷമായിരുന്നു. പക്ഷെ ഇതിപ്പോ അതില്ല. ഇപ്പൊ ഉള്ളതും കൊണ്ട് ഓണം പോലെ എന്നാ ഒരു ഓണം. കണ്ടില്ലേ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന വീഡിയോയിൽ ആ കാര്യങ്ങൾ കണ്ടില്ലേ? എന്ത് കാര്യങ്ങളാണ് അവിടെ എല്ലാവരും ഓണം ആഘോഷിക്കുന്നത് കണ്ടില്ലേ? ഉറ്റവരും ഉടയവരെയും എല്ലാം നഷ്ടപ്പെട്ട ആളുകൾ അതെല്ലാം മറന്നുകൊണ്ട് പുതിയ ജീവിതം പടുത്തുയർത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു അതിജീവനത്തിൻ്റെ പാതയിൽ കൂടി സഞ്ചരിക്കുന്ന ഒരു ഓണാഘോഷമാണ് നിങ്ങൾ കാണുന്നത്. ഇതിനു വേണ്ടിയിട്ട് അങ്ങനെ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാം മറന്ന് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ അങ്ങനെ ഒരു നിമിഷങ്ങൾ അവർക്ക് വേണ്ടി സമ്മാനിച്ചത് ആരാണ്? ഹൃദയപക്ഷമെന്ന് നല്ല ആളുകൾ വിളിക്കുന്ന ഇടതുപക്ഷമെന്ന് വിളിപ്പേരുള്ള അല്ലെ ഇടതുപക്ഷമെന്ന് പേരുള്ള ആ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയാണ് ഇതിൻ്റെ പ്രധാന പങ്ക് വഹിച്ചതെന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പല മുഖ്യധാരാ മാധ്യമങ്ങൾക്കും വലതുപക്ഷ മാധ്യമങ്ങൾക്കും പറയാൻ മടിയുള്ളൊരു പേരുണ്ട്, ഇടതുപക്ഷ സർക്കാർ. ആ പേര് പോലും മറച്ചു വെച്ചുകൊണ്ടാണല്ലോ ഇന്നിവരെ സംസാരിക്കുന്നത്. ഇവരെല്ലാവരും പറയുന്ന കൽപ്പറ്റ ടൗൺഷിപ്പ്, കൽപ്പറ്റ സർക്കാർ പണിത് നൽകിയ ടൗൺഷിപ്പ്. ഏത് സർക്കാരാണ്? എന്താണ് നിങ്ങൾക്ക് പറയാൻ ഇത്ര വിമുഖത? പിണറായി വിജയൻ നേതൃസ്ഥാനം കൊടുത്തിരുന്ന അല്ലെ പിണറായി വിജയൻ നേതാവായിരുന്ന ആ ഒരു പ്രസ്ഥാനമാണ് അവർക്ക് വേണ്ടി ആ വീട് വെച്ച് നൽകിയത്. അറ്റ് ദി സെയിം ടൈം അന്നത്തെ സമയത്ത് ഈ പ്രളയമുണ്ടായി അതിന് പിന്നീടുള്ള സമയങ്ങളിൽ കഴിഞ്ഞ 10 വർഷങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ 5 വർഷങ്ങളിൽ കോൺഗ്രസ് ആണ് ഭരിച്ചിരുന്നതെങ്കിൽ ഇവർക്ക് ഈ വീട് കിട്ടുമോ? എന്നാൽ വീടിൻ്റെ മുന്നിൽ നിന്ന് കളിക്കാൻ പറ്റുമായിരിക്കും അല്ലേ? വീടായിരിക്കത്തില്ല, കല്ലായിരിക്കും. കല്ലിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് അത്തപ്പൂക്കളം ഇടാനും ചിലപ്പോൾ വട്ടം നാരങ്ങ കളിക്കാനും കരാകുളം കളിക്കാനുമൊക്കെ അവർക്ക് സാധിക്കുമായിരിക്കാം. ഒരു വീടെന്ന് പറയുന്നൊരു സാധനം ഇവർക്ക് വെച്ച് നൽകാൻ സാധിക്കത്തില്ല. ആ ഒരു കാര്യത്തിന് കഴിവില്ലാത്ത കുറച്ച് കിഴങ്ങന്മാർ എന്ന് തന്നെ വിളിക്കണം അല്ലേ? അതിന് കഴിവില്ലാത്ത അടിമകൾ അവന്മാർ വന്ന് മെഴുകുകയാണ്. വെച്ച് കൊടുത്തിരിക്കുന്ന വീട്ടിലൊക്കെ വിള്ളല, ഇതിലേക്കൂടെയൊക്കെ ഇങ്ങനെ വെള്ളം ഇറ്റിട്ട് ഇറങ്ങുകയാണെന്ന്. നിങ്ങൾ വെച്ച് കൊടുത്തിരിക്കുന്ന വീടുകളിൽ വിള്ളൽ കാണില്ല, വെള്ളമിറങ്ങില്ല, ഒരു പൊട്ടലോ ഒരു കോപ്പും കാണില്ല, ചീറ്റലോ ഒന്നും കാണില്ല. കാരണം പറയാനായിട്ട് നിങ്ങളൊരു വീട് വെച്ച് നൽകിയിട്ടില്ല. സാറുമാരെ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു ഭിത്തി ഉണ്ടെങ്കിലല്ലേ പെയിൻ്റ് അടിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ആദ്യമേ പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്, അവിടെ ഭിത്തിയില്ല. എന്തിനാണ് ഇങ്ങനെ ആളുകളെ മണ്ടന്മാരാക്കുന്നത്? അവർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുത്തിട്ടുള്ളത് പിണറായി വിജയനും പിണറായി വിജയൻ്റെ കൂട്ടത്തിലുള്ള ആളുകളുമാണെന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവും ഈ കേരളത്തിലുള്ള നല്ല ജനങ്ങൾക്കില്ല. വയനാട്ടിലുമുണ്ട് കേട്ട നല്ല ജനങ്ങൾ. പിന്നെ നന്ദികേട് കാണിക്കുന്ന ആളുകൾ നന്ദികേടിനുള്ള ഫലം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞു പിണറായി വിജയൻ തന്നെയായിരുന്നു ശരിയെന്ന് പലരും പറയുന്നുണ്ടെന്ന്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മളെല്ലാവരും ഓണം ഉണ്ണുമ്പോൾ അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള ആളുകൾ ഓണം ആഘോഷിക്കുമ്പോൾ ആ സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റാതെ ഈ വിലക്കയറ്റം കാരണം അതിരൂക്ഷമായിട്ടുള്ള സാഹചര്യത്തിൽ പെട്ടുപോകുന്ന പട്ടിണി പാവങ്ങളുണ്ട്. ഒരു ജീവിതം അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് പെടാപ്പാട് പെടുന്ന പാവങ്ങളുടെ ഒരു അവസ്ഥ അത് കാണാത്ത പൂക്കി സർക്കാർ. ഞാൻ എന്തുകൊണ്ടാണിത് പറഞ്ഞതെന്നുള്ളതിൻ്റെ ഒരു കാഴ്ച ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നു, കണ്ടുപിടിക്കും. കണ്ടു രൂപ ഉണ്ടായിരുന്ന തേങ്ങയ്ക്ക് 62 രൂപയാണ് പുതിയ വില. മട്ട അരിക്ക് 50 രൂപയിൽ നിന്ന് ഒറ്റയടിക്ക് 60 രൂപയായിട്ടുണ്ട്. സമയത്തും വിലവർദ്ധനവ് 35 രൂപ ഉണ്ടായിരുന്ന തേങ്ങയ്ക്ക് 62 രൂപയാണ് പുതിയ വില. മട്ട അരിക്ക് 50 രൂപയിൽ നിന്ന് ഒറ്റയടിക്ക് 60 രൂപയായിട്ടുണ്ട്. സമയത്തും വിലവർദ്ധനവ് ഒരു പരിധി വരെ പിടിച്ചു നിന്നു. ഇത്രയെന്ന് പറയാതെ ഇപ്പൊ ഇന്നത്തെ പഞ്ചസാരയുടെ വില 70 രൂപ, പഞ്ചസാരയുടെ വില ഒറ്റയടിക്ക് 35 രൂപ 40 രൂപ കൂടിയേക്കണ. ഈ അരിക്ക് വില കൂടിയില്ലേ? എന്തിനാ വില ഇല്ലാത്തത്? എല്ലാത്തിനും വില കൂടി. സാധാരണക്കാർക്ക് ജീവിക്കേണ്ടത്. ആ ചോദ്യമാണ് ഇവിടെ ഏറ്റവും പ്രസക്തമായിട്ടുള്ളത്. സാധാരണക്കാർക്ക് ജീവിക്കണ്ടേ? സാധാരണക്കാർ ജീവിക്കേണ്ട എന്നാണ് നമ്മളുടെ സർക്കാരിൻ്റെ ഒരു തീരുമാനമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇവരെന്തെങ്കിലുമൊക്കെ നമുക്ക് വേണ്ടി അല്ലെങ്കിൽ പാവങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു തരണ്ടേ?
ഇത് പെട്രോളിൻ്റെ വില കൂടിയാലൊന്നും ഒരു കോപ്പുമില്ല. പിന്നെ പലരും കിടന്നും എഴുതുന്നുണ്ട് വി.ഡി. സതീശൻ സർക്കാർ 100 ദിവസങ്ങളായപ്പോൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു, വിലക്കയറ്റത്തിനെ അവർ ഒരു നല്ല രീതിയിൽ പിടിച്ചു നിർത്താനായിട്ട് സഹായിച്ചു എന്നൊക്കെ. എന്ത് വിലക്കയറ്റമാണ് പിടിച്ചു നിർത്തിയിരിക്കുന്നത്? പേരെടുത്ത് പറയുകയാണെങ്കിൽ ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചു, വീര്യം കൂടിയ മദ്യത്തിന് അതേപോലെ തന്നെ കൊണ്ടുപോകുന്നുണ്ട് വിലയും നികുതിയുമൊക്കെ. നിങ്ങൾ ആകെ വില കുറച്ചിരിക്കുന്നത് മദ്യത്തിനാണ്. നിത്യോപയോഗ സാധനങ്ങളായിട്ടുള്ള പഴം, പച്ചക്കറി അല്ലെങ്കിൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങളുടെ വില കുറച്ചിട്ടില്ല. നിത്യോപയോഗ സാധനങ്ങളല്ലാത്ത ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങളുടെ ഒന്നും വില കുറച്ചിട്ടില്ല. നിത്യോപയോഗ സാധനമായിട്ടുള്ള മദ്യത്തിൻ്റെ വില കുറച്ച് മാതൃകയായിരിക്കുകയാണ് നമ്മുടെ പൂക്കി സർക്കാർ. ഇതിനും ജയ് വിളിക്കുന്ന കുറേ അടിമകൾ വേറെയും. ഇവിടെയും നമ്മൾ എടുത്തു കാണുന്നൊരു പേരുണ്ട് കേട്ടോ, അയാളായിരുന്നു ശരിയെന്നുള്ളത്. പിണറായി ആയിരുന്നു ശരിയെന്ന് പറയുമ്പോഴാണല്ലോ പലർക്കും പ്രശ്നം. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും അയാൾ തന്നെയാണ് ശരിയെന്ന് നമ്മൾ വീണ്ടും പറയും. ഇനി അതല്ല, അയാൾ തെറ്റാണെന്ന് മനസ്സിലാവണമെങ്കിൽ, അല്ല അയാൾ തെറ്റാണെന്ന് ഞങ്ങൾ എല്ലാവരും പറയണമെങ്കിൽ നിങ്ങൾ നല്ലത് ചെയ്യണം. എന്തുകൊണ്ട് പിണറായി വിജയനെ മാത്രം വെച്ചുകൊണ്ട് എന്നും വീഡിയോ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരെല്ലാവരും ഒരാൾ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങളെ മാത്രം ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇടതുപക്ഷത്തിനെതിരെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ സൈബർ ഇടങ്ങളിൽ സൈബർ വിങ്ങുകളായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളത് കണ്ടപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി നല്ലത് ചെയ്യുന്നത് ആരോ അവരെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ട് മാത്രം അവരെ സപ്പോർട്ട് ചെയ്യുന്നു. ഇനി നാളെ മുതൽ വി.ഡി. സതീശൻ സർക്കാർ നല്ലത് ചെയ്താൽ ഞാൻ അവർക്ക് വേണ്ടിയിട്ടും നല്ലതെന്ന് തന്നെ പറയും. നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ മോശമാണെന്നും പറയും. പിണറായി വിജയൻ മോശം ചെയ്തപ്പോൾ പിണറായി വിജയനെയും പിണറായി വിജയൻ്റെ കൂട്ടത്തിലുള്ള പാർട്ടിയിലുള്ള ആളുകളെയും നമ്മൾ അതിരൂക്ഷമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. അറ്റ് ദി സെയിം ടൈം BJP നല്ലത് ചെയ്യുമ്പോൾ അവരെ അംഗീകരിച്ചിട്ടുണ്ട്, അവർ മോശം ചെയ്യുമ്പോൾ അവരെ മോശമെന്ന് പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ് നല്ലത് ചെയ്താൽ കോൺഗ്രസ് നല്ലതാണ് ചെയ്യുന്നതെന്ന് പറയാനും എനിക്കൊരു മടിയുമില്ല. ഞാൻ ഒരു പാർട്ടിയുടെയും മെമ്പർഷിപ്പ് എടുത്തിട്ട് അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി അവരുടെ ഓശാരം വാങ്ങി അവരുടെ മുന്നിൽ പോയി അടിമയെ പോലെ കുനിഞ്ഞു നിന്നുകൊണ്ട് ചെയ്യുന്ന വീഡിയോസ് ഒന്നും അല്ല ഇതൊന്നും. എന്താണ് ജനങ്ങൾക്ക് വേണ്ടി ആരാണ് ചെയ്യുന്നതെന്ന് മനസ്സിലായി. ആ ജനങ്ങളിൽ ഒരാളായിട്ട് തന്നെ സംസാരിക്കുന്നതാണ്. അപ്പോൾ കുരുപൊട്ടുന്ന ആളുകൾ ഒരു സൈഡിലേക്ക് മാറിയിരുന്ന് ഇങ്ങനെ കുത്തി അങ്ങ് പൊട്ടിച്ചോ. എന്നെ ബാധിക്കുന്ന വിഷയങ്ങളല്ല. നമ്മുടെ പിണറായി വിജയൻ സഖാവ് പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ എന്നെയും ബാധിക്കുന്ന വിഷയങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവനും അവരുടെ ജീവന് വേണ്ടിയിട്ട് ഓരോ ആളുകളും ചെയ്യുന്ന നല്ല പ്രവൃത്തികളുമാണ്. അങ്ങനെ നല്ല പ്രവൃത്തി ആര് ചെയ്യുന്നു അവരെ നമ്മൾ എല്ലായ്പ്പോഴും പിന്തുണയ്ക്കും. അപ്പോൾ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന സ്വഭാവമൊന്നും എനിക്കും ഇല്ല കേട്ടോ.